അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ സാംസങ്ങിൻ്റെ ഈ കീപാഡ് മൊബൈലാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, പക്ഷേ ഇത് ലോക്ക് ഇട്ടത് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോക്ക് അൺലോക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇവർ ഇട്ട ലോക്കൊക്കെ അടിച്ച് നോക്കി, പക്ഷേ നോ രക്ഷ. അപ്പോൾ ഇത് നമ്മളെ സിസ്റ്റം ആവശ്യമാണ്. അപ്പോൾ സിസ്റ്റത്തിൽ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മോഡലിലുള്ള ആ ഒരു ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യം ഫയൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അതിനാദ്യം നമ്മൾ ക്രോം കയറി ഇതിൻ്റെ മോഡൽ ഏതായിരുന്നോ ആ മോഡൽ ഇവിടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ഇതിൻ്റെ ഫ്ലാഷ് ഫയൽ നമുക്ക് എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലാഷ് ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അങ്ങനെ ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്, കണ്ടോ, ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കി പരിപാടി എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഫയൽ രണ്ടും ഡൗൺലോഡ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഫ്ലാഷ് ഫയൽ, നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യാനുള്ള ഫയലാണ് ഇത്. ഇതാണ്ടോ ഇതിൽ കാണിക്കുന്നതാണ്ട B360 പറഞ്ഞിട്ടുള്ള ആ ഫയലാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്ന ടൂളുണ്ട്. ഈ ആപ്ലിക്കേഷൻ തുറന്നിട്ട് ഇതിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഇതിൽ ആ ഫയൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ അല്ലെങ്കിൽ സെറ്റിങ്സ് പോവുക, ഇവിടെ സെറ്റിങ്സ് പോയാൽ നേരെ ഫയലിലേക്ക് വരും, അങ്ങനെ എടുത്താൽ മതി. അല്ലെങ്കിൽ അങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇതിൽ പോവുക. അപ്പോൾ ഏത് ഇതിലാണോ നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ വേണ്ട ഫ്ലാഷ് ഫയൽ എന്നാണ്ട ഇതിൽ പോവുക. B360 പറഞ്ഞിട്ടുള്ള ഈ ഫയൽ പോയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോഡാവും. അപ്പോൾ അങ്ങനെ ഫയൽ ഇവിടെ പ്രോസസ്സിങ് ആയിട്ടുണ്ട്. ഇത് കണ്ട ഫയൽ ഇവിടെ ലോഡായിട്ടുണ്ട്. ലോഡായി കഴിഞ്ഞ് ഇനി അടുത്തത് പറയുമ്പോൾ നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യണം. ഈ മൊബൈൽ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം. മൊബൈൽ അങ്ങനെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കേബിൾ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ അത് കണ്ട അവിടെ ലോഡാവുന്ന, യെസ്, അവിടെ ലോഡായി. ഇനി ഇതിവിടെ ഡൗൺലോഡ് ആവും. ഇനി നമുക്ക് ആ ലോക്ക് ഇത് ഫുള്ളായിട്ട് സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് ആ ലോക്ക് എന്തായി എങ്ങനെ ആയി എന്നുള്ളത് നമുക്ക് കാണാം. ഇത് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇത് മാത്രമല്ല 2-3 ഫയലായിട്ടാണ് ചെയ്യൽ. അങ്ങനെ നമുക്ക് ഇതാ ഫ്ലാഷിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാസ്വേഡ് എന്ന് കാണിക്കുന്നുണ്ടോ, 148 സെക്കൻഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. 148 സെക്കൻഡിൽ പാസ്വേഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഇനി ഫോൺ എന്ത് ചെയ്യണം, നമ്മൾ കേബിളൊക്കെ ഊരിയിട്ട് ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഓണാക്കി നോക്കാം. കേബിളൊക്കെ ഊരി, ചിലപ്പം ബാറ്ററി കണക്ടർ ഊരിക്കാണ്ടൊന്നും ഇടേണ്ടി വരും. ഇപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. ഓക്കെ, എന്താ അവസ്ഥ നമുക്ക് നോക്കാം. യെസ്, അതാദ്യം ഇങ്ങനെ ഈ ബൂട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ വന്നിട്ടുണ്ട്. സോഫ്റ്റ്വെയർ സക്സസ് ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇനി ആ ലോക്ക് കാണിക്കുന്നുണ്ടോ കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നോക്കാം. ഇല്ല, ലോക്ക് ഇപ്പോൾ കാണിക്കുന്നില്ല. കണ്ട ടൈം സെറ്റ് ചെയ്യേണ്ടതാണ് ചോദിക്കുന്നത്. ഇതാ മെയിൻ മെനുവിലേക്ക് വന്നിട്ടുണ്ട്. ആ ലോക്ക് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊഫൈൽ ഇതിൽ നോക്കാം, ലോക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ സെക്യൂരിറ്റി എടുത്തു കഴിഞ്ഞാൽ ഫോൺ ലോക്ക് വേണ്ട ഓഫിലാണ് കാണിക്കുന്നത്. സിം ലോക്കും പിന്നും എല്ലാം ഇതിൽ നമുക്ക് ലോക്ക് ഇടണം എന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതാ ഫോൺ ലോക്ക് ഓഫാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് സക്സസ് ആയിട്ടുണ്ട് സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, ബായ്.